ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് കേട്ടോ. സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ സോപ്പ് തൊട്ട് വരും എന്താണെന്നുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ച ആ സമയം തൊട്ട് ഇപ്പോൾ വരെ യൂസ് ചെയ്യുന്ന ഒറ്റ ഒരു ബ്രാൻഡേ ഉള്ളൂ. ആ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ പണ്ടങ്ങോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അന്നും ഇന്നും യൂസ് ചെയ്യുന്ന ഒറ്റ പ്രൊഡക്റ്റ് സെബാവഡാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊട്ട് ഞാൻ ക്രീമുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഒരു 6 months വരെ ഞാൻ വിർജിൻ ഓയിലിലാണ് കുളിപ്പിച്ചിട്ടുണ്ട്. വിർജിൻ ഓയിൽ തേച്ചാണ് മാത്രമാണ് കുളിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു സാധനങ്ങളും ഞാൻ തേപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബേബി സോപ്പ്, ഈ സെബാമഡിൻ്റെ തന്നെ ബേബി സോപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. പണ്ടൊക്കെ ഈ ജോൺസൻ്റെ സോപ്പായിരുന്നു. പിന്നെ അതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയപ്പോൾ തൊട്ട് അത് പതുക്കെ പലരും അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹിമാലയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. സെബാമഡിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ അല്പം റേറ്റ് കൂടുതലാണ് കേട്ടോ. ഒട്ടും അഫോർഡബിൾ എന്ന് പറയാനൊന്നും പറ്റില്ല. ഈ ഒരു പൗഡർ തന്നെ 100 ഗ്രാമിന് 350 രൂപയാണ് കേട്ടോ. പക്ഷേ അതിലെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഫേസിൽ പൗഡർ ഇട്ട് കൊടുക്കാറില്ല. ഓക്കെ, ചിലപ്പം എനിക്ക് പൊട്ട് തൊട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവർ ആൺകുട്ടികളാണ്, എന്നാലും എനിക്കിങ്ങനെ കറുത്ത വട്ടപ്പെട്ട് തൊട്ട് കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് എപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രം അതിൽ ജസ്റ്റ് ഈ പൗഡർ ഒന്ന് വെച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, എനിക്ക് ഈ ഒരു പൗഡർ 1 year നിൽക്കും. കാരണം ഞാനത് അങ്ങനെ എൻ്റെ യൂസ് ഇത് മാത്രമാണ്. അപ്പം മൂത്ത മോൻ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അവന് ഞാൻ മുഖത്ത് പൗഡർ ഇട്ട് കൊടുക്കാറില്ല, ക്രീം യൂസ് ചെയ്യും. അപ്പം പൗഡർ അങ്ങനെ ചിലവരുണ്ട് മുഖത്ത് ഇങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കും, ഇവിടെ ഇട്ട് കൊടുക്കും, മൂത്രം ഒഴിക്കുന്നിടത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് അലർജി ആയിട്ടുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പിള്ളേർക്ക് ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളൊന്നും പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം പണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്, പണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേരൻസ്, ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാരൊന്നും സമ്മതിക്കുകയില്ല. പക്ഷേ റിയാലിറ്റി ഇതായതുകൊണ്ടും എനിക്കിതറിയാവുന്നത് കൊണ്ടും ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യത്തിൽ ആരെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാലും ഞാനത് കേൾക്കാൻ പോകാറില്ല. കാരണം പലർക്കും പലതും പറയാൻ പറ്റും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാൽ നമ്മളാണ് ബുദ്ധിമുട്ടുന്നത്. നമ്മൾ ബുദ്ധിമുട്ടുന്നതല്ല, അതിലുപരി നമ്മുടെ മക്കൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ എല്ലാ സാധനങ്ങളിലും ഫുള്ള് കെമിക്കലാണ്. ഒരു സാധനം വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. കൊച്ചു കുട്ടികളെന്ന് പോലും നോക്കാതെ എല്ലാത്തിലും കെമിക്കൽ ഇങ്ങനെ വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്താലും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ ഈ മാംഗോ ജ്യൂസ്, ജ്യൂസ് അതൊക്കെ നമ്മൾ വലിയവർ കുടിക്കും. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആക്കുമ്പം ഡോക്ടർമാർ എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് പറയുമ്പം പലരും ഈ ബോട്ടിൽ ജ്യൂസാണ് വാങ്ങിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ശരിക്കും കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനെ ഡൗൺ ആക്കത്തേ ഉള്ളൂ. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് നല്ലത് കൊണ്ട് തരത്തില്ല. ഓക്കെ, അപ്പോൾ ഇതും പറഞ്ഞ പോലെ നമ്മളാരെങ്കിലും പറഞ്ഞാൽ പലർക്കും അതങ്ങ് ഡൈജസ്റ്റ് ആവില്ല, ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പറയാനുള്ളത് പറയാമെന്നുള്ളതാണ് കേട്ടോ. അപ്പം സെബാമിഡിൻ്റെ സോപ്പ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ pH ബാലൻസൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കറക്റ്റായിട്ട് ആ ഒരു അവരുടെ പ്രൊഡക്റ്റുകളിൽ എല്ലാം ഈ ഒരു pH ബാലൻസിനെ കുറിച്ച് നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ തന്നെ അമ്മമാർക്കെല്ലാം എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ലിപ് ബാം, സ്ട്രെച്ച് മാർക്ക് ക്രീമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റ് ബേബി ബോൺ ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ക്രീം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഞാനത് വല്ലപ്പോഴും ഒന്ന് കാലിലോ കയ്യിലോ തേക്കുന്നതല്ലാതെ സ്ട്രെച്ച് മാർക്സിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്കെന്തോ അത് കിടന്നോട്ടെ, അത് എനിക്കിഷ്ടമാണ്. അതിലെനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ അത് നല്ലതാണെന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിലുണ്ടായിട്ട് പോലും ഞാനത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ എക്സാക്ട്ലി എനിക്ക് റിസൾട്ട് പറയാൻ എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു ഇതിൽ പിന്നെ സോപ്പ് ടെഡി ബാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല സോപ്പാണ്. അത് 199 രൂപയെങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു സോപ്പിന്. ഞാൻ ഒരു തവണ എന്തോ ഒരു സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഫേസിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമാരും ഫേസിൽ നമ്മുടെ മറ്റേ പിയേഴ്സ് പോലുള്ള സോപ്പുകളൊക്കെ ഒഴിവാക്കി ബേബി സോപ്പ് ഇടുന്നതാണ് നല്ലത്. സോപ്പ് ഇടണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അപ്പോൾ സെബാമിഡ് നല്ലൊരു ചോയ്സാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പൗഡർ ഒത്തിരി പിള്ളേർക്ക് വാരി ഫേസിൽ ഇട്ട് കൊടുക്കാതിരിക്കാണ്ട് ശ്രദ്ധിക്കണം. അതൊരിക്കലും നല്ലതല്ല. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിൻ ബ്രീത്ത് ചെയ്യട്ടെ.
കുളിപ്പിച്ചിട്ട് ഒരുക്കി കിടത്തുമ്പം നിങ്ങളിപ്പോൾ പൊട്ട് തൊടുന്ന ആൾക്കാരാണെങ്കിൽ പൊട്ടിൽ ജസ്റ്റ് ഒരു പൗഡർ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അല്ലാതെ ഫേസിൽ മൊത്തം ഇങ്ങനെ ഇവിടെയെല്ലാം ഇങ്ങനെ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കണ്ട. പലയിടത്തും വിശ്വാസമുണ്ട് പൗഡർ ഇട്ടാൽ വെളുക്കും എന്നുള്ളത്. അല്ല, കാരണം ഞാനിതിങ്ങനെ വെളുക്കും എന്ന് പറഞ്ഞതിനെ ഇനി വേറൊന്നും ഇതാക്കണ്ട. പൗഡർ ഇട്ടാൽ ഒരിക്കലും സ്കിൻ ടോൺ കൂടത്തില്ല. ആ ഒരു ഓയിലിനെ കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് വരും, അതാണത്. അല്ലാതെ പൗഡർ ഇട്ടാൽ ഒരിക്കലും സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ജസ്റ്റ് തൊട്ട് കൊടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് അനുവദിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കാലിലും കയ്യിലൊക്കെ ലോഷൻസ് ഒക്കെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നല്ലൊരു ബ്രാൻഡ് നോക്കി എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക. കാരണം സോപ്പാണെങ്കിൽ പോലും ഈ സെബാവിൻ്റെ സോപ്പ് എനിക്കൊരു 2 months ഒക്കെ 3 months വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം തേയ്മാനം കുറവാണ്, പത കുറവാണ്. ഒത്തിരി പതയുള്ള സോപ്പാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുള്ള ആ ഒരു ഓയിലിനെയും കൂടി വലിച്ചെടുത്ത് ഡ്രൈ ആക്കാനായിട്ട് കാരണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഈ ഒരു ഓയിൽ കണ്ടൻറ്റ് വേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഈ പതയായിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. എപ്പോഴും അവരുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളുടെ ഇതിൽ ചെയ്തിരുന്നത്. ഞാൻ ഇതുവരെ ഈ ഒരു സെബാമെഡ് ഞാൻ മാറ്റിയിട്ടില്ല. സെബാമെഡിൻ്റെ ക്രീം, പൗഡർ. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും മൂത്തയാൾക്ക് മാറ്റിയാലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയും വേണ്ട അത് തന്നെ മതി എന്ന് പറയും. അപ്പോൾ 2 പേർക്കും ഇത് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ഡോക്ടേഴ്സ് വരെ പറയുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് സെബാമെഡ്. അത്രയും നല്ല പ്രൊഡക്റ്റാണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരാളും ഈ ജോൺസൻ്റെ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിലേക്കൊന്നും പോകണ്ട. നിങ്ങൾക്കിപ്പോൾ പൗഡർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യം ഇതിന് ഈ ഒരു 100 ഗ്രാമിന് 350 രൂപയാണ്. പക്ഷേ ഒരുപാട് നാൾ നിൽക്കും. പക്ഷേ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇച്ചിരി ഇപ്പം ഭയങ്കരമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അത് നല്ലതല്ല. ഒരിക്കലും നിങ്ങൾ ഒത്തിരി പൗഡർ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അത് ഭയങ്കര ദൂഷ്യം ചെയ്യും. അതിന്നാൾ ഒരു പത്രത്തിൽ പോലും ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അവസാനം ഡോക്ടറാണ് കണ്ടുപിടിച്ചത് അവരിങ്ങനെ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് അസുഖം മാറാഞ്ഞെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോഴും അങ്ങനെയൊക്കെ ഒത്തിരി ഇട്ടങ്ങ് പൗഡറെല്ലാം വാരി പൂശി വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനങ്ങ് നിർത്തുക. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ പേരൻസ് ആണെങ്കിലും കാരണവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ ഹെൽത്ത് അല്ലേ, അവർ അവരുടെ രീതിയിൽ അവരുടെ മക്കളെ നോക്കി അല്ലേ. നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരാണെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മളെ വളർത്തിയത്, ആ കാലഘട്ടത്തിനനുസരിച്ച്. ഇനി ഇപ്പം പുതിയ കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒരുപാട് കെമിക്കൽസും ഒക്കെ ഇറങ്ങിയില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ രീതി അറിവുകളൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുക എന്നുള്ളതാണ്. അത് അഹങ്കാരമോ അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഇപ്പോഴത്തെ കാലം മൊത്തം മാറി, ഇപ്പോഴത്തെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്രീം. നല്ലൊരു ക്രീമാണ് കേട്ടോ, സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ഫോർ ഡെലിക്കേറ്റ് സ്കിൻ. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഇളയാൾക്കൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. മൂത്തയാൾക്കും സെയിം ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡിൽ തന്നെ ബേബി ബാത്ത് ഉണ്ട്, അതായത് ബോഡി വാഷ് ഉണ്ടല്ലോ, ബോഡി വാഷ് ഉണ്ട്, ഷാമ്പൂ ഉണ്ട്, എല്ലാ ഐറ്റംസും സെബാമെഡിൻ്റെ ഉണ്ട്. പിന്നെ അഫോർഡബിൾ അല്ല, റേറ്റ് കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.